നമസ്കാരം. മലയാളികൾക്ക് സിനിമ കാണാൻ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഫീൽ ഗുഡ് ചിത്രങ്ങൾ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ ഫൈനലി റിലീസാവുകയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട താരങ്ങളാണ് ഒപ്പമുള്ളത്. ഇന്ദ്രജിത്ത്, ശ്രുതി രാമചന്ദ്രൻ, വിൻസി ആൻഡ് സർജാനോ. നമസ്കാരം. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ. ഇന്നാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്ത ദിവസമാണ് പിറന്നാൾ, അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നിങ്ങളുടെ ഒരു കോംബോയാണ് എന്നെ ഭയങ്കര അട്രാക്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൊക്കേഷനിലും ഒരു ഫാമിലി ആയിട്ട് തന്നെ ആയിരിക്കും, എന്നാലും ഇത്രയും നല്ലൊരു ഔട്ട് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഫൈനലി റിലീസ് ആകുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആട്ടോ. അല്ല, എപ്പോഴും ഒരു സിനിമ നമ്മൾ വർക്ക് ചെയ്ത് അത് റിലീസാകാൻ പോകുന്ന ദിവസമാണല്ലോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1 year ആയിട്ടുള്ളൊരു ഹാർഡ് വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. അരുണിനെ പ്രമോനെ സംബന്ധിച്ചുള്ള അതിലും കൂടുതലുണ്ട്. എനിക്ക് 1.5 വർഷം മുമ്പേ ഇതിൻ്റെ ഒരു ഐഡിയ വരും, പിന്നെ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി, പിന്നെയാണ് ഞങ്ങൾ അതിലോട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പുണ്ട്, ഒരുപാട് നാളത്തെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് us ആർ ഈക്വലി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇതിൽ വിവാഹം കഴിച്ച 2 പേരുണ്ട്, വിവാഹം കഴിക്കാത്ത 2 പേരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും എനിക്ക് പേഴ്സണലി ചോദിക്കാൻ ഇന്ദ്രജിത്തേട്ടനോട് ചോദിക്കണമെന്നുണ്ട്. കാരണം വിവാഹം കഴിച്ച് ഒരുപാട് നാളായത് ആളാണല്ലോ, കുട്ടികളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണല്ലോ. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നമ്മളൊരു പ്രായമാകുമ്പോൾ ചോദിക്കും ജോലി ആയാൽ ചോദിക്കും, ജോലി ആയാൽ ചോദിക്കും, കല്യാണം ആയാൽ ചോദിക്കും, കല്യാണം ആയാൽ ചോദിക്കും, കല്യാണം കഴിച്ചിട്ട് കുട്ടികളായാൽ ചോദിക്കും. അപ്പോൾ ഈ കുട്ടികളായി കഴിഞ്ഞാൽ കുട്ടികളായില്ലെങ്കിൽ ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു ജനറേഷനും പിന്നെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യണം. അവരും ഇതേക്കുറിച്ചിട്ട് ഇങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതെല്ലാം ഒരു വ്യക്തിപരം, എപ്പോൾ വിവാഹം കഴിക്കണം, എപ്പോൾ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളത് തീർച്ചയായും നമ്മുടെ മാത്രം ഒരു ഡിസിഷൻ അല്ലേ. എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഈ ഒരു പൊളിച്ചുപടി അതിലുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ സദാചാര ഈ ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഡയലോഗ്സ്. എങ്ങനെയാണ് അഭിപ്രായം? വ്യക്തിപരമായി താല്പര്യം. ശരിയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കൺവെൻഷൻ സാധനങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ ആ കൺവെൻഷൻസിനെയൊക്കെ ഒരു അളവ് വരെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരുടെയും ചിന്താഗതികൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് ജനറേഷൻ വെച്ചെടുത്ത് നോക്കും. ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ജനറേഷൻ ചിന്തിക്കുന്നവരല്ല നമ്മുടെ ജനറേഷൻ ചിന്തിക്കുന്നത്, നമ്മുടെ ജനറേഷൻ ചിന്തിക്കുന്നവരല്ല നമ്മുടെ അടുത്ത തലമുറ. ദർ ഇസ് എ വേരിയേഷൻ ഇൻ ദ തോട്ട്സ് വിച്ച് ഗോ ത്രൂ എവറി ജനറേഷൻസ് മൈൻഡ്. അപ്പോൾ അങ്ങനെ എല്ലാ തലമുറകളും, ഇപ്പോൾ ഇന്നല്ല, ഇപ്പോൾ 100 വർഷം 1000 വർഷം മുന്നേ എടുത്താൽ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കൺവെൻഷൻസ് അന്നോട്ട് ഇങ്ങനെ നിലനിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഒരു ഹ്യൂമൻ റേസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ട്രാൻസിഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില കൺവെൻഷൻസിനെ കുറിച്ച് ഈ സിനിമയിലും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില റൂൾസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂപ്പർസ്റ്റിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തൊരു സിനിമ കൂടിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. തീർച്ചയായിട്ടും നമ്മളല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത് എപ്പോൾ വിവാഹം കഴിക്കണം, എപ്പോൾ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളത് നമ്മളുടെ തീർച്ചയായിട്ടും ഉള്ളൊരു ഡിസിഷനാണല്ലോ, അല്ലേ? കാരണം നാട്ടിലുള്ളവരെ കുട്ടികളായില്ലേ, വിവാഹം കഴിക്കുന്നില്ലേ എന്നുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ തീരുമാനങ്ങളിലാണ് പലരും വിവാഹം കഴിക്കുന്നത്. ഏത് സമയത്ത് കഴിക്കണമെന്നുള്ളൊരു ഡിസിഷൻ പലരും ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യത്തിനോട് എങ്ങനെയാണ് അഭിപ്രായം? പക്ഷെ അതിപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കണം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഫാമിലി പ്രഷറുള്ള ആൾക്കാരുണ്ടാവും. അത് നമ്മളതിനെ ഒരു എന്താ പറയുക, ഒരു തെറ്റാണെന്നുള്ളതല്ല. ചിലപ്പം പ്രഷർ കാരണം കല്യാണം കഴിക്കേണ്ടി വരുന്നവരുണ്ടാവും. അവരൊന്നും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയി, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ആ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും, ഈ ഇരിക്കുന്ന 4 പേർക്കും ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വി ആർ ബ്ലെസ്ഡ് ഓൺ ദാറ്റ് റിഗാർഡ്. പക്ഷെ അങ്ങനെ ബ്ലെസ്ഡ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തമായൊരു തീരുമാനം മറ്റ് പ്രഷേഴ്സ് കാരണം എടുക്കാൻ പറ്റാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും തലമുറ മുന്നോട്ട് പോകും തോറും അങ്ങനെയുള്ള കൺവെൻഷൻസ് ബ്രേക്ക് ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്നത് വളരെ ഒപ്പീനിയനേറ്റഡ് ആണ്, വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന, ഓരോ എല്ലാ കാര്യത്തിലും വ്യക്തമായ അഭിപ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് മാറി ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് അഹെഡ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്. ശ്രുതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻസി സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ശ്രുതി ചേച്ചി മൈൻഡൊന്നും ചെയ്യാതെ ഭയങ്കര ജാടയായിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. സ്ട്രിക്റ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജാടായിട്ട് അത് ശംഭുചേട്ടനാ പറഞ്ഞ, ഞാനല്ല. അല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രൊഫസർ ആയിരുന്നു എൻ്റെ. അപ്പം ആ സമയത്ത് ഇത്ര കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 1-2 ദിവസം കോളേജിൽ കയറിയിട്ടുള്ളൂ.
അപ്പൊ ആ 2 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഭയങ്കര കമ്പനി ഒന്നുമല്ല സത്യം. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്കി സ്റ്റുഡൻസും നല്ല കമ്പനി ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. പക്ഷെ ഞാൻ 2 ദിവസം ആ കയറിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അത്ര അപ്പൊ ചേച്ചിയുടെ പ്രശ്നമല്ല കോളേജ് ഇല്ല, ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അത്രയും സ്ട്രിക്റ്റ് എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അന്വേഷിച്ചു വന്ന് കോളേജിലെ പിള്ളേരോടൊക്കെ കയറിയിട്ടില്ലെങ്കിലും എങ്ങനെയാണ് പുള്ളിക്കാരനും സ്ട്രിക്റ്റ് തന്നെയാണെങ്കിൽ ചേച്ചിയോട് പറയുകയാണെങ്കിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിവാഹത്തിന് ശേഷം അല്ല പ്രണയത്തിന് ശേഷമുള്ള വിവാഹം, ഐ മീൻ വിവാഹത്തിന് ശേഷം എന്ന് തന്നെ പറയാം. ബിക്കോസ് പലരും ലവ് മാരേജ് കഴിഞ്ഞ് ലവ് ചെയ്തിട്ടാണല്ലോ ചിലർ മാരേജ് ചെയ്യുന്നത്. ചിലർ അറേഞ്ച് മാരേജ് ആയിരിക്കും, ചിലർ ലവ് മാരേജ് ആയിരിക്കും. അപ്പോൾ പ്രണയത്തിൻ്റെ അത്രയും മനോഹരമായിരിക്കില്ല പ്രണയത്തിന് ശേഷമുള്ള വിവാഹം എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം പ്രണയ വിവാഹമായിരുന്നു, അതുകൊണ്ട് ചോദിക്കാം കേട്ടോ. എത്രയാണ് മീൻസ് എന്താ പ്രണയത്തിന് ശേഷമുള്ള വിവാഹ ജീവിതം അത്രയും മനോഹരമാണ്? അതിനെക്കാട്ടും മനോഹരമാണ്. അതെ, അത് പറഞ്ഞു കൊടുക്കാം ഇങ്ങോട്ട്. പലരും എന്നോട് പറയും നിങ്ങൾ അല്ല, ഇത് നമുക്ക് അങ്ങനെയാണ്. ഈ വേറെ ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു നിങ്ങൾ രണ്ടുപേരും നല്ല കപ്പിൾസ് ആയിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ വിവാഹം അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കാണുമ്പോൾ ഭയങ്കര റിയൽ ലൈഫിലും ഭയങ്കര കപ്പിളായിട്ടുള്ള ഒരു ഫാമിലിയാണ്. സോ വിവാഹ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു 3 ടിപ്പ് പറഞ്ഞതാണ് ഞങ്ങൾക്ക്. ഇപ്പൊ പറഞ്ഞു കൊടുക്ക ശ്രുതി. നിങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ആർക്കും ഒരു ടിപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്ട്, എനി റിലേഷൻഷിപ്പ് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ. എല്ലാരെയും റെസ്പെക്ട് ചെയ്ത ഓൾ യുവർ റിലേഷൻഷിപ്സ് വിൽ ബി ഗ്രേറ്റ്. അത്ര ഇല്ല, അതാണ് ടിപ്പ്. ഒരെണ്ണേ ഉള്ളൂ. അതെ, എല്ലാ ആൾക്കാരും ഡിഫറെന്റ് അല്ലേ, എല്ലാ വ്യക്തികളും ഡിഫറെന്റ് ആണ്, എല്ലാ റിലേഷൻഷിപ്സും ഡിഫറെന്റ് ആണ്. എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് ഒരു ഹസ്ബൻഡ് വൈഫ് പോലെ ആയിരിക്കില്ല വേറൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ആസ് പീപ്പിൾ മറ്റേ നമ്മുടെ പാർട്ട്ണർ എന്താണെന്ന് അംഗീകരിച്ച് അവരുടെ രീതിയിൽ തന്നെ ജീവിക്കാൻ അനുവദിച്ച് നമ്മളും അതുപോലെ മുന്നോട്ട് പോകുക, സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ബേസിക്കൽ പ്രിൻസിപ്പിൾ. നമ്മുടെ അച്ഛനെയും അമ്മേനെയും കണ്ടിട്ടാണ് ഒബ്വിയസ്ലി ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ടാണ് വി ഹവ് ഗ്രോൺ അപ്പ്. പക്ഷെ അവിടുത്തെ ഒരു ഫോർമുല ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഇൻ യുവർ റിലേഷൻഷിപ്പ്. അത് യു യുവർ സെൽഫ് ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. വിങ്സിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് നല്ല കഥാപാത്രം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പല ആർട്ടിസ്റ്റുകൾക്കും അസൂയ തോന്നിയ കഥാപാത്രങ്ങൾ ചെയ്തൊരു വ്യക്തിയുടെ. കാരണം എനിക്ക് പേഴ്സണലി ജനഗണമന എന്നുള്ള ഒരു സിനിമ കണ്ടപ്പോൾ അത്രയും നന്നായി അഭിനയിക്കുന്ന കണ്ടപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ഭയങ്കര ഡിസർവിങ് ആയിട്ട് തോന്നി അവാർഡ് കിട്ടിയപ്പോൾ. രേഖ ഓൾസോ. പക്ഷേ ഈ ഒരു കഥാപാത്രത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മാരുവിലും ഗോപുരങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. വെസ്റ്റേൺ കോസ്റ്റ്യൂം ആൻഡ് ഒരു ന്യൂ ജനറേഷൻ കുട്ടിയായിട്ട് ഫീൽ ചെയ്തു. അത് ആ ഒരു കഥാപാത്രം കേട്ടപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ടീമോ എന്നെ ഇങ്ങനൊരു ക്യാരക്ടർ ലുക്കിന് മീൻസ് ഓക്കെ ആവും എന്നൊരു വിശ്വാസം അവരിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ നാടൻ ക്യാരക്ടേഴ്സൊക്കെ വിട്ടൊന്നൊരു വേറെ ഷെയ്ഡ് ഒരു വേറെ ട്രാൻസ്ഫോർമേഷൻ പിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാരുവിലും ഗോപുരങ്ങളിലൂടെ കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഫീൽ ചെയ്തോ? ഡിഫിക്കൽട്ടീസ് ഇപ്പം നമുക്ക് ഒരു ഇതുവരെയും ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ പോലും ഇങ്ങനത്തെ കോസ്റ്റ്യൂംസോ അതിനോട് ഞാനങ്ങനെ കംഫർട്ടബിൾ ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാനത് ട്രൈ ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കിത് ഓക്കെ ആണോ, എനിക്കിത് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഓരോ ഡേ ബൈ ഡേ ഉള്ളിലുണ്ടാവും. അതൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. പിന്നെ എല്ലാവരും പറയുകയാണ് നന്നായിട്ട് ചേരുന്നുണ്ട്, ഓക്കെ ആണ്, ഡോണ്ട് വറി എന്ന് പറയുമ്പോഴാണ് ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പായി വരുന്നത്. പിന്നെ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓക്കെ. സർജാനയ്ക്ക് ആക്ച്വലി ഒരു ലവ് സ്റ്റോറി കാണണമെങ്കിൽ സിനിമ കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിന് റീസെൻ്റ്ലി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഉപ്പയുടെ ഉമ്മയുടെ ആനിവേഴ്സറി വീഡിയോ കണ്ടായിരുന്നു. അപ്പം ഭയങ്കര അവരുടെ വീട്ടിൽ തന്നെ ഒരു ലവ് സ്റ്റോറി നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഉപ്പയുടെ ഉമ്മയുടെ ഒരു സ്നേഹം ശരിക്കും അങ്ങനെ തന്നെയാണോ? സിനിമ കാണേണ്ട ആവശ്യമില്ലല്ലേ? കണ്ടോ ആനിവേഴ്സറി ചെയ്തുകൊണ്ട് സ്നേഹം കാണിത്ത അതുപോലെ എപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് വിസിബിളി എല്ലാവരുടെയും മുമ്പൊന്നും റൊമാൻറ്റിക് ഒന്നുമല്ല. പക്ഷെ റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടാണ്. എനിക്ക് ഈ ജൂണിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര പാവമായിട്ട് തോന്നി. ശരിക്കും പാവമാണ് ലൊക്കേഷനിലും ഒക്കെ. ഫേസ് കാണുമ്പോൾ ഭയങ്കര പാവം. അത് തെറ്റിദ്ധാരണയാണ്. പാവം ബൈ നേച്ചർ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അല്ലാതെ പാവമാണല്ലോ, ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്.
അതിൽ കുറേ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നതായിട്ട് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. ഇൻഡോർ പ്ലാന്റ്സ് ആക്ച്വലി ശ്രുതി രാമചന്ദ്രന് ഭയങ്കര ഇഷ്ടമാണെന്ന് അല്ലേ? ശരിക്കും പ്ലാന്റ്സിനോട് ആ ഒരു കടപ്പാടുണ്ട് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ ആണ്. ശ്രുതി ആർക്കിടെക്ട് ആണ്. അപ്പോൾ അങ്ങനെ മിൻസിനെ പഠിപ്പിച്ചേ. ഓ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ അല്ല എൻ്റെ സ്പെഷ്യലൈസേഷൻ. പക്ഷെ ഇപ്പോഴാണ് ചെടികളോട് ഒരു ഇഷ്ടം തോന്നിയത്. എൻ്റെ വീട്ടിലേക്ക് മാറിയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. അവിടുന്ന് എടുത്ത കുറച്ച് ചെടികൾ വീട്ടിൽ വന്ന് നട്ടു. എനിക്കിപ്പോൾ കേട്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മൾ ഈ അമ്മമാരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴേ ചെടികളൊക്കെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തൈ കിട്ടുമോ, തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ കാറിന്റെ പുറകിൽ ഡിക്കി മൊത്തം ചെടികൾ. ആ അതെ, എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു. ഞാനും സ്റ്റഡിലി ബിക്കമിങ് ലൈക്ക് ദാറ്റ്. ഇതില് ക്യാരക്ടറിൽ നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടർ പറയുവാണെങ്കിൽ ഇപ്പം വിവാഹം കഴിക്കാതെ തന്നെ കുട്ടികൾ ഉണ്ടാവും എന്നുള്ളൊരു മീൻസ് എന്താ പറയാ, അതിന് കുഴപ്പമില്ല. അത് നമ്മൾ സൊസൈറ്റി അച്ഛനും ഉണ്ടല്ലോ അമ്മയും ഉണ്ടല്ലോ നോക്കാനെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇന്ദ്രിയത്തേട്ടാ പണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര സദാചാരമായിരുന്നല്ലോ. അതായത് എസ്പെഷ്യലി കേരളത്തിൽ. ബിക്കോസ് ഇപ്പൊ എവിടെയെങ്കിലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെയാണെങ്കിൽ പണ്ട് ഇന്ദ്രിയത്തേട്ടന്റെ സമയത്ത് പ്രണയിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് എന്റെ അറിയില്ല. സമയത്ത് പറഞ്ഞാൽ അത്രയും വയസ്സൊന്നും എന്റെ സമയത്ത് ആ കാലം ഐ മീൻ അപ്പൊ അതിന്റെ കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ എഴുതത്തില്ലായിരുന്നു. ഇപ്പൊ ലെറ്റേഴ്സ് ഒന്നും എഴുതത്തില്ല അല്ലേ? ഇപ്പൊ എപ്പോഴും നമ്മൾ എല്ലാം ടെക്സ്റ്റ് ഉള്ള കാലഘട്ടത്ത് നമ്മൾ എപ്പോഴും ഒരു പേപ്പർ എടുത്ത് വെച്ച് ഒരു ലെറ്റർ എഴുതി ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് അയച്ചു നോക്കി. അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. നമ്മുടെ കൈയക്ഷരത്തിൽ ഒരു സാധനം അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കാരണം അത് ഇപ്പൊ ഇല്ല. നമ്മളെല്ലാവരും ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇന്നിപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് വെച്ച് ആ എഴുതാനുള്ളൊരു എഫേർട്ട്, അതിനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്താന്ന് പറയുന്നത് അതിലും വലിയൊരു ഗിഫ്റ്റ് നമ്മുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നമ്മുടെ ലവറിനോ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കും. സോ അത് ഇറ്റ്സ് ബെസ്റ്റ് തിങ് ടു ഡു ആക്ച്വലി. പ്രിൻസിപ്പൽ ലെറ്റർ എഴുതും. അല്ല, നമ്മളിപ്പം എത്രയൊക്കെ ഫോർവേഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാനെന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും എനിക്ക് ആ ഒരു പഴയ അതിന്റെ ഒരു തീവ്രതയും വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് ഇപ്പോഴും അതാണ് ഞാൻ നോക്കി കാണുന്നത്. എഴുതാൻ ഇഷ്ടമായതുകൊണ്ടാണോ? അല്ല, അത് ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാം ഈസി ആയിട്ട് എവിഡൻസ് ആവും കേട്ടോ. മറ്റേതാവുമ്പോ നമുക്ക് ഡിലീറ്റ് ഫോർ എവരി വേണമെങ്കിലും എല്ലാം സെൻഡ് ചെയ്തിട്ട് delete for അല്ല, അങ്ങനെ ഒരു ഈസി ട്രാക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഇത് ഞാനൊരു ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലഘട്ടം ഇപ്പം പറഞ്ഞില്ലേ ഡേറ്റിംഗ് വെരി ഈസി ആണെന്നുള്ള, ഞാൻ അങ്ങനത്തെ സ്റ്റക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നമ്മളുടെ ഇൻപുട്ട് കംപ്ലീറ്റ്ലി കൊടുക്കണം. അപ്പം അതിന് നമ്മൾ എവിഡൻസ് ആയാലും എന്താണെങ്കിലും കുഴപ്പമില്ലല്ലോ. ലെറ്റേഴ്സ് എനിക്ക് ഓക്കെയാണ്. പക്ഷെ അതിനൊരു വേറൊരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നി. എല്ലായിടത്തും ഇപ്പം ഈസി ആയിട്ട് ഇപ്പം പറഞ്ഞ പോലെ ടെക്സ്റ്റ് ഒക്കെ ഈസി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് സ്പെഷ്യലായി ഒരു എഫേർട്ടായിട്ട് ഫീലിംഗ് ആണ് നമ്മൾ സ്പെഷ്യലായിട്ട്. ഞാൻ പക്ഷെ സർജാനോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചില്ല. ഓക്കെ. അല്ല, ഈ സിനിമയിൽ പോലും ഇപ്പം മീനാക്ഷിയുടെ ക്യാരക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ന്യൂജൻ ആന്ന് പറയുമ്പോഴും ഇപ്പം എല്ലാവരും ഒരു മോഡേൺ ചിന്താഗതിയിലോട്ട് പോകുന്നപ്പോൾ മീനാക്ഷി അവരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയല്ല. പുള്ളിക്കാരത്തി ഇപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നതിന് പുള്ളിക്കാരത്തിയുടെ ആയിട്ടുള്ള സ്ട്രോങ് റീസൺസ് ഉണ്ട്. അത് സിനിമയിലും പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓക്കെ പുള്ളിക്കാരത്തി പറയുന്നതിലും കാര്യമുണ്ട്. അല്ലാതെ ഷീസ് റെപ്രസെന്റിങ് ദ ന്യൂജൻ എന്നുള്ളതല്ല വാട്ട് ഐ ഫെൽറ്റ് ക്യാരക്ടർ എന്നുള്ള രീതിക്ക് എനിക്ക് മനസ്സിലായത്. ഈ ഒരു സിനിമയിൽ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയത് ആ ബാനർ തന്നെയാണ്. ബിക്കോസ് ഇത്രയും നമുക്ക് എവർഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ ബാനർ. അപ്പം അതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്കും ആ ഒരു അട്രാക്ഷനിലാണോ ഈ സിനിമയിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും. കോക്കോസ് എന്ന് പറയുന്നത് മലയാളത്തിലെ ലെജൻഡറി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ബാനറാണ്. ഒരുപാട് ക്ലാസിക് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതൊന്ന് റീവാമ്പ് ചെയ്ത് രണ്ടാമത് ഇപ്പം അടുത്തൊരു തലമുറ ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ് മാരുവിൻ തോന്നുന്നത്. അപ്പോൾ സോ ആ രീതിയിൽ ഡെഫിനറ്റ്ലി കോക്കോസ് മീഡിയ എന്റർടൈൻമെന്റ് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. എൻ്റെ ഏറ്റവും വലിയ പറയേണ്ട കാര്യം, ഞാനിപ്പോൾ ഇത്രയും സിനിമ 95 ഫിലിംസോളമായി. ഞാൻ സിയാദ് കോക്കർ ഇത്രയും സീനിയർ പ്രൊഡ്യൂസറാണ്. പക്ഷേ സിയാദ് എല്ലാ ദിവസവും ഞാൻ ലൊക്കേഷനിലുള്ള എല്ലാ ദിവസവും സിയാദ് രാവിലെ വന്നു, ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് വൈകിട്ട് വരെ ഇരുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവിടെ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ലൊക്കേഷനിൽ എന്തൊക്കെ നടക്കുന്നു, എത്ര ഷൂട്ടിംഗ് നടന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ വേണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പേഴ്സണലി നോക്കി മൈക്രോ മാനേജ് ചെയ്ത് നടത്തിക്കൊണ്ടുപോയ ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറിൽ. പ്രൊഡ്യൂസറെ വല്ലപ്പോഴും മീറ്റ് ചെയ്യും, ലൊക്കേഷനിൽ വരെ മീറ്റ് ചെയ്യും, പോകുന്നല്ലാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ ദിവസവും ലൊക്കേഷനിൽ വന്നൊരു കസേരയിട്ടിരിക്കുന്ന, അതും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, അത് ഹാറ്റ്സ് ഓഫ് ടു. എല്ലാവരായിട്ടും സംസാരിക്കുകയും ചെയ്യും, എല്ലാവരായിട്ടും ഇരിക്കും, എല്ലാവരുടെ കാര്യം അന്വേഷിക്കും.
സർജന ആക്ച്വലി ഈ ഒരു സിനിമയിലേക്ക് വന്നത് മാരിവില്ലും ഗോപുരങ്ങളിൽ എത്തിപ്പെട്ടത് എങ്ങനെയാ? എത്തിപ്പെട്ടത് അരുൺ ചേട്ടനും പ്രമോദേട്ടനും ആണ് അതിൻ്റെ റീസൺസ്. ഈ രണ്ടുപേരെ ആദ്യം പരിചയം ഉണ്ടായിരുന്നു. കൂടെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ശ്രുതി ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ഇപ്പം മാരിവില്ലും ഗോപുരങ്ങൾ എന്നുള്ള സിനിമയിലാണെങ്കിലും അതിനു മുമ്പുള്ള മധുരം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് മധുരം കേട്ടോ. നല്ല ഭംഗിയല്ലേ എൻ്റെ അത് കാണാൻ. പറഞ്ഞിട്ടില്ലേ പലരും അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അങ്ങനെയല്ല പറഞ്ഞ അതിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഈ ഫീൽ ചെയ്ത്. എനിക്ക് അതിന് മുന്നേ ഉള്ള സിനിമകൾ ഇത്രയും ഒരു ഭംഗി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര സെലക്ട് ചെയ്ത് സിനിമകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആണോ ആക്ച്വലി റിയൽ ലൈഫിൽ? നമുക്ക് ഒരു കഥ കേൾക്കുമ്പോൾ കഥയോടൊരു റെസനേറ്റ് ചെയ്യണം. ആൻഡ് ക്രൂ ഓഫ് കോഴ്സ്. എനിക്ക് മാരിവില്ലിന്റെ കഥ വന്ന് നറേറ്റ് ചെയ്തത് സർജാനോ പറഞ്ഞ അരുണും പ്രമോദുമായിരുന്നു. സോ ദ എനർജി ഡയറക്ടർ ആൻഡ് റൈറ്റർ ആരാ നറേറ്റ് ചെയ്യുന്ന ഒരാൾ, അവര് ദ എനർജി ദ ദേ ബ്രിങ് ടു ദ ടേബിൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്ക് ഏറ്റവും എൻഡിയറിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോത്ത് ഓഫ് ദം വെരി എക്സൈറ്റഡ്. അത്രയും കൺവിക്ഷനോടെയാണ് ഈ കഥ വന്ന് നറേറ്റ് ചെയ്യുന്നത്, അത്രയും ഓണസ്റ്റിയോടെയാണ് ഈ കഥ വന്ന് നറേറ്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഈ കഥയിലൊരു വിശ്വാസമുണ്ട്. ആ ഓണസ്റ്റി സ്ക്രീനിൽ ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട്. ആ ഓണസ്റ്റി കാരണം തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റും ഓരോ ക്യാരക്ടേഴ്സ് ഫ്ലഷ് ഔട്ട് ചെയ്യുമ്പോൾ ആ ഓണസ്റ്റി അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഐ ഫീൽ ലൈക്ക് ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സിന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ആൻഡ് എക്സൈറ്റ്മെന്റ് കണ്ടിട്ടാണ് മാരിവില്ലും ഞാൻ കമ്മിറ്റ് ചെയ്യണേ. പക്ഷെ ലൈക്ക് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോജക്ട്സും ബിറ്റ്സ് ആൻഡ് പീസസ് എങ്ങനെയാ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേരിയസ് ഫാക്ടേഴ്സാണ്. ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കും നല്ല മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ക്യാരക്ടർ ലിമിറ്റ് വെച്ചിട്ടല്ല ഇന്ദ്രിയത്തേട്ടനെ. കാരണം ഞാൻ ശ്രദ്ധിച്ചുള്ളത് മീശമാധവനിൽ ഉള്ള ക്യാരക്ടറേ അല്ല മിഡിലണ്ടിലും ഇത് തമ്മിൽ ഒരു ബന്ധമില്ലാത്തതാണ് അമർ അക്ബർ അന്തോണി. പിന്നെ ഇനിയിപ്പോൾ മാരിവില്ലും ഗോപുരങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അതിപ്പോൾ റിലീസാകുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ മലയാള സിനിമയിൽ ആക്ച്വലി വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്ക് വീണ്ടും വില്ലൻ കഥാപാത്രങ്ങൾ ഒരുപാട് കിട്ടാറുണ്ട്. ഇപ്പോൾ ബിനു പപ്പു ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, പോലീസ് കഥാപാത്രങ്ങൾ കണ്ടിന്യൂ കിട്ടിയിട്ടുണ്ട് ഒരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാലെന്നുള്ളത്. അപ്പം ആ ഒരു രീതി നിലനിൽക്കവെയാണ് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഇന്ദ്രജിത്ത് ഏട്ടന് ഇത്രയും വെറൈറ്റി കഥാപാത്രങ്ങൾ കിട്ടുന്നത്. അതൊരു ബ്ലെസ്ഡ് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും അല്ലേ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ റെപ്പറ്റേറ്റീവ് ആവരുത്. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിഗിനിങ് ഓഫ് മൈ കരിയർ തൊട്ട് ഇന്ന് വരെ വളരെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ പീരിയോഡിക്കായിട്ട് സഞ്ചരിക്കാൻ എനിക്ക് പറ്റും. സോ ആ രീതിയിൽ ആസ് എൻ ആക്ടർ ഒരു പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഈ മാരിവില്ലും ഗോപുരങ്ങളും. അതുപോലെ തന്നെ ഞാനൊരു വലിയ കാലങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. എനിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എന്നാൽ ഈ ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ കോമഡി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് നമ്പേഴ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ സീരിയസ് പടങ്ങളാണ് കൂടുതലും എന്നെ തേടിയെത്തുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ വെരി സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് ഒരു വലിയ കാലയളവിന് ശേഷം വീണ്ടും ഈ പറഞ്ഞ ലൈറ്റർ മൊമെന്റ്സ് കൊണ്ട് നിറച്ച ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് ഷിൻഡോയുടെ കഥാപാത്രവും ഈ സിനിമയും മൊത്തത്തിൽ. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. റൊമാൻസിലേക്ക് വരുമ്പോൾ വിൻസിക്ക് ആക്ച്വലി പല സിനിമകളുടെ റൊമാൻസ് ഇപ്പം രേഖയിൽ ഓൾസോ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന നായികരുടെ പ്രേമ റൗണ്ട് ഉണ്ടല്ലോ, മറ്റേ മിലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആർമി ഓഫീസറിന്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒരു നോട്ടമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിനൊരു ഫാൻസ് പേജ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴും പലപ്പോഴും ഇപ്പം എല്ലാവരും ഇതിലൂടെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഇപ്പം ഭീമന്റെ വഴിയിൽ ഒരു ചെറിയൊരു ക്ലിപ്പ്, അതിന്റെ കൂട്ടത്തിൽ ഇപ്പോഴും ആ ഒരു ആർമിയിലെ ചെറിയൊരു പോർഷൻ റൺ ചെയ്യുന്നുണ്ട് വിത്ത് കോഴിക്കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആയിട്ടുള്ള അതെ ഞാനിത് പറയാൻ കാരണം ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഇപ്പം വിൻസിയുടെ സിനിമകളൊക്കെ നോക്കുമ്പോഴത്തേക്കുവേ എപ്പോഴും ഫസ്റ്റ് വരുന്നത് ആ ഒരു ഇതാണ്, ആ റൊമാൻസ് എന്ന് പറഞ്ഞടിക്കുമ്പോൾ എപ്പോഴും വിൻസിയുടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സജാന ആക്ച്വലി പല സിനിമകളിലും എനിക്ക് തോന്നുന്നു ഭയങ്കര കൊതിയോടെ സിനിമ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ?
ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പ് ജൂൺ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിട്ട് 10 days വരെ ബാംഗ്ലൂർ ഞാൻ ചെയ്യും. അല്ലാതെ വർക്ക്ഷോപ്പൊന്നും ചെയ്യില്ല. എനിക്കൊന്ന് ഞങ്ങളിരിക്കുന്ന എല്ലാവരും കൊതിയോടെ തന്നെയാണ് സിനിമ ഓരോ ആക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതല്ല. അല്ല, ഈ ഒരു മമ്മൂക്കയും പറഞ്ഞു എല്ലാ സിനിമകളും ഭയങ്കര കൊതിയോടെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വേണം നമുക്ക്. അതുള്ളപ്പോഴാണല്ലോ നമുക്ക് ആക്ടർ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതെ. ഒരേ എക്സൈറ്റ്മെന്റോടുകൂടി എല്ലാ സിനിമകളും അപ്രോച്ച് ചെയ്യും. ഈ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര ട്രാവലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാ? അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് പോവാ അമേരിക്കയിൽ, എംബ്രാൻ. ആ, അടിപൊളി. അതേ എക്സൈറ്റ്മെന്റ് ഞാൻ വേറൊരു വീഡിയോ കണ്ടേ. ഇപ്പൊ CCയിലും ബുർജ് ഖലീഫ ഇങ്ങനെ പ്രസന്റ് ചെയ്യത്തില്ല, ഫേസ് കണ്ടപ്പോൾ ആ ഫേസിലുള്ള സന്തോഷം ആ ഭയങ്കര രസമായിരുന്നു അല്ലേ, എല്ലാരും ഉണ്ടായിരുന്നു. നല്ലൊരു കർട്ടൻ റൈസർ ഇവന്റ് ആയിരുന്നു. 23-ാം തീയതി ചെറുപ്പട്ടി ക്രിക്കറ്റ് ലീഗ് തുടങ്ങാം. എല്ലാ ടീമിന്റെ ക്യാപ്റ്റൻസും ഓണേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കർട്ടൻ റൈസർ ഇവന്റ്. ഇനിയിപ്പോ CCയിൽ നമുക്ക് കാണാൻ പോകുന്നില്ലേ? CCയിൽ അടുത്ത വർഷം കളിക്കാൻ പറയാം. അടുത്ത വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് സെലക്ഷന് പോകാം. എനിക്ക് ആഗ്രഹമുണ്ട്. ഉണ്ടെന്ന്. അതെ, ഈ വർഷം അല്ല, അടുത്ത വർഷം. വിൻസിക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ മമത മോഹൻദാസ് ഒക്കെ വരുന്നത് പോലെ. എന്നാ തുടങ്ങുന്നത്? 22-ാം തീയതി ദുബായിൽ വെച്ചിട്ട്. ഷാർജയിൽ 2 മാച്ച് ഉണ്ട്. ഞാൻ 25-ാം തീയതി തൊട്ട് ദുബായിലുണ്ട്. ടിക്കറ്റ് എടുത്ത ദുബായിലുണ്ട് മാച്ച്. അതിന് ഞാൻ തീർന്നു. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തതിലെ വിദ്യാജി, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട വിദ്യാസാറിന്റെ പാട്ട്, അതേപോലെ കളർ തീം. എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, സ്റ്റൈലിസ്റ്റ്. നിങ്ങൾ എല്ലാവരുടെയും കോസ്റ്റ്യൂം അടിപൊളിയാണ്. കുറച്ചൊരു ട്രഡീഷണൽ ലുക്ക് അല്ലേ ആ ഒരു ക്യാരക്ടറിന്. കുർത്തീസ് ഒക്കെ യൂസ് ചെയ്യുന്നതെല്ലാം ഭയങ്കര, നിങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻസി ഓൾസോ വെസ്റ്റേൺ ആണ്, നിങ്ങൾ വേറൊരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ആക്ച്വലി ഇപ്പം ഡയറക്ടർ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണോ കോസ്റ്റ്യൂമർ തീരുമാനിച്ചാണോ, അത് യു ഡിസൈഡഡ് എങ്ങനെയാ? ഐ തിങ്ക് ഈ സിനിമ മൊത്തം വാസ് എ വെരി കൊളാബറേറ്റീവ് അഫെയർ. അപ്പോൾ ഇതിന്റെ സ്റ്റൈലിസ്റ്റ് ഗായത്രി കിഷോറാണ്. ഗായത്രി അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വി ഹാഡ് ഒരു റീഡിങ് ഉണ്ടായിരുന്നു, നമ്മൾ എല്ലാവരുമായിട്ട് ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഗായത്രി ഒരു ഫുൾ പവർ പോയിന്റ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ലുക്സ് ആയിട്ട് വന്നിരുന്നു. ആൻഡ് ദെൻ അതിൽ നമുക്ക് റൂം ഫോർ ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് പറയായിരുന്നു നമുക്ക് ബി ഇങ്ങനെ ആക്കിയാൽ നന്നാവില്ലേ എന്ന്. അപ്പോൾ അങ്ങനെ കുറെ കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് അറ്റ് എൻ ഇനിഷ്യൽ ലെവൽ the brain behind this will be our director, Arun, writer and Gayatri. അമർ അക്ബർ ധോണിയുടെ കാര്യം ഞാൻ പറയല്ലേ, എനിക്ക് പേഴ്സണലി അതിലെ മറ്റേ പാട്ടുണ്ടല്ലോ, പാടരുത് ലാസ്റ്റ് പെണ്ണുങ്ങളെ വീഴിക്കാൻ വേണ്ടി, പെൺകുട്ടികളെ വീഴിക്കാൻ വേണ്ടി രണ്ടുപേരും പാട്ട്. പക്ഷെ റിയൽ ലൈഫിൽ ഇന്ദ്രിയത്തൊക്കെ നല്ലോണം പാട്ട് പാടുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, നമ്മുടെ മാരിവിൽ ഗോപുരങ്ങൾ എന്ന സമറിൻ ബേദ്രഹേവിലെ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എല്ലാരും ഒരുമിച്ച് പാടുന്നതായിരിക്കും. അതെ, ഒരുമിച്ച് തിരിച്ച്. അയ്യോ, ഫോണ് എൻ്റെ ഫോണില്ല, ഫോൺ കൊടു. നിങ്ങളും പാടാൻ കൂടെ. പാടാം. തിരിച്ച് അറിയത്തില്ല, പാടാം. ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ മൂടിക്കൂട്ടാൻ സൂര്യൻ കാവലാളായി നീലരാത്രി കൂട്ടിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനു വന്നി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ മാറിനിൽ ഗോപുരങ്ങൾ വെണ്ണിലാവായി മച്ചകങ്ങൾ. അങ്ങനെ നമ്മളുടെ മാരിവില്ലിൻ ഗോപുരങ്ങൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ വലിയൊരു ഹിറ്റും ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പൊ എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? സഞ്ചാരം ഇല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു കംപ്ലീറ്റ് ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമ. എല്ലാ പ്രേക്ഷകർക്കും, അത് കുടുംബ പ്രേക്ഷകരായിക്കോട്ടെ, യൂത്ത് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, കുട്ടികൾക്കുള്ള ഒരുപാട് നല്ല എലിമെന്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഒരുപോലെ കണ്ട് രസിച്ച് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാവുന്ന ഒരു എൻ്റർടൈനറാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും സിനിമ കണ്ടതാണ്.
സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രേക്ഷകരും ഈ സിനിമ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ കേട്ടാൽ അധികം വൈകാതെ തന്നെ തിയേറ്ററിൽ വന്ന് സിനിമ കാണും. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.